ഞാൻ പണിക്ക് പോയി ഉച്ചക്ക് വരും. പിന്നെ നമുക്ക് അകലേക്കൊന്നും പോകാൻ പറ്റില്ല. ആദ്യമൊക്കെ പേരിടുമായിരുന്നു, ഇപ്പൊ പേരൊന്നും ഇടാറില്ല. ഇല്ല അല്ലേ? തോളം ചെറിയൊരു സ്ഥലത്തല്ലേ ഈ ആടിനെ വളർത്തുന്നത്. ഇത് എങ്ങനെ പറ്റുന്നു? 16 ആടുകൾ വീടിനോട് ചേർന്ന് 24 ആടുകളെയും താറാവുകളെയും കോഴികളെയും വളർത്തുന്ന ഒരു അമ്മച്ചിനെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ള എറണാകുളം ജില്ലയിൽ ചാലാക്ക ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അമ്മച്ചിയുടെ ആട് വളർത്തലാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പൊ എടപ്പള്ളി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മുടെ പേരെന്ന് പറയാവോ? ഓക്കെ. സ്ഥലം ഏതാ? സ്ഥലം ചാലാക്ക. ഇപ്പൊ എത്ര ആടുണ്ട് അമ്മയ്ക്ക്? ആടുകൾ ഇപ്പൊ 16 പേരുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ആടുകളെ കാണാട്ടോ. ഇത് എത്ര എണ്ണത്തിൽ തുടങ്ങിയതാ അമ്മ ഈ ആടുകൾ? ഇപ്പൊ ഒത്തിരി നാളായി. അതെയാ? 20 കൊല്ലത്തോളായിട്ടുണ്ട്. ആദ്യം ഒരാടിനെ മേടിച്ചു, മകള് പറഞ്ഞ ഒരാടിനെ മേടിക്കാൻ പറഞ്ഞു. അവിടെ പഠിച്ചു നടക്കുമ്പോളേ അപ്പൊ അങ്ങനെ മേടിച്ചതാ. ഒരാടിൽ നിന്ന് കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ ആടുകൾ ലോണൊക്കെ കിട്ടിയായിരുന്നു. അമ്മ എന്തുകൊണ്ടാണ് ഈ ആടുകളെ വളർത്താൻ കാരണം? അത് മകളിങ്ങനെ ഒരാടിനെ മേടിക്കുന്നു പറഞ്ഞ് ബഹളം കൂട്ടി മേടിച്ചതാ. ഇങ്ങനെ താലോലിക്കാനായിട്ടേ ഇവർക്ക് മക്കളേലും ഇഷ്ടമാണ്, നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ്. അതെയോ? അതുകൊണ്ട് കളയാൻ ഇട്ടതാ. ഈ ആടിൽ നിന്നാണ് നമുക്ക് അത്യാവശ്യം വരുമാനം? അത്യാവശ്യം വരുമാനം ഒക്കെ ഉണ്ട്. എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമൊക്കെ വരുമ്പോ ഓരോന്നെ പിടിച്ചു കൊടുക്കും. അപ്പൊ എങ്ങനെ സെയിലിങ് സീസൺ സമയമാണോ? അതോ സീസൺ ഈ പെരുന്നാളൊക്കെ വരുമല്ലേ, മുട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ പെരുന്നാളിനൊക്കെ പോകും. ഇതിപ്പോ എത്ര കുട്ടികളുണ്ടമ്മേ? കുട്ടികള് 3 ചെറിയ കുട്ടികളുണ്ട്. ഇതിപ്പോ 2 സെക്ഷൻ ആയിട്ടല്ലേ തിരിച്ചേക്കുന്നത്? ഈ സെക്ഷനില് അമ്മയും മക്കളും അല്ലെ? അതിലും ഉണ്ട് അമ്മയും മക്കളും. മുട്ടനുണ്ടാ? മുട്ടൻ കുഞ്ഞുങ്ങളാ, ചെറുതുങ്ങളാ. ഇതാട്ടോ. ഇതെങ്ങനെയാ? നേരത്തെ മുതൽ ഇങ്ങനെ തന്നെയായിരുന്നോ? ഇല്ല, ആദ്യം അടക്കവാരിയൊക്കെ വെച്ചിട്ടേ കൂട് കെട്ടിയിരുന്നു. പിന്നെ രണ്ടാമത് ഇങ്ങനെ ഇരുമ്പിന്റെ ആക്കി. ആ പട്ടികളുടെ ശല്യമൊക്കെ ഉള്ളായിരുന്നേ, അങ്ങനെ ആക്കിയതാ. അങ്ങേറ്റത്ത് അത് കറക്കുന്നുണ്ടോ? അതോ കുഞ്ഞു കുടിക്കും. കുറച്ച് പാലുള്ളൂ. വീട്ടാവശ്യത്തിനൊന്നും എടുക്കണില്ല? ഇപ്പൊ വീട്ടാവശ്യത്തിന് എടുക്കണില്ല. ആദ്യം കറന്നെടുക്കുമായിരുന്നു കുറച്ച്. പിള്ളേരുള്ളായിരുന്നേ അവനൊക്കെ കറന്നു കൊടുക്കണം വേറെ ആടുകളുടെ. ഇതിങ്ങളിപ്പോ എത്ര വയസ്സാകുമ്പോ വിൽക്കും? അപ്പം 1 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോ കൊടുക്കും. പുറത്ത് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടോ? പുറത്ത് ജോമോന്റെ ഓർമ്മയിലൊക്കെ കൊണ്ട് കെട്ടും. ഓക്കെ. പുല്ല് എന്ത് കൊടുക്കുന്നുണ്ട്? പുല്ല് കൊടുക്കുക, ഇലയും കൊടുക്കും. അതെ, കഴിഞ്ഞ ദിവസം ഞങ്ങളോട് വന്നപ്പോ ആളിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ എപ്പോഴാ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ? അപ്പൊ ഇവരുടെ രാവിലെ കാര്യങ്ങൾ നോക്കും, ഇടയ്ക്ക് പുല്ലും വിലയൊക്കെ വാരിയിട്ട് കൊടുക്കും. അതെ അതെ. അപ്പം ഈ ജോലിക്ക് പോകുമ്പോക്കെയാ? ജോലിക്ക് പോകുമ്പോ രാവിലെ കഴിച്ചിട്ട് പോകും, ഉച്ചക്ക് വരും. ഞാൻ ചെറിയക്കാലത്തെ പണി അവിടെ നിന്ന് വരും. ഇപ്പൊ ആടിന് തീറ്റ കൊടുക്കാൻ പോവാണ്. പ്ലാവിലാണ് കൊടുക്കുന്നത്. ഇങ്ങനെ സൂക്ഷിച്ചു വെക്കൂലേ? ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കൂലേ? കുറേശ്ശെ ഇട്ട് കൊടുക്കും. ഓക്കെ. ഇതിപ്പോ നമ്മൾ തീറ്റ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? മറ്റേ നമ്മുടെ പൊടിത്തീറ്റ അങ്ങനെ കൊടുക്കണം. രാവിലെ കലക്കി കൊടുക്കും. ജോലിക്ക് പോകുമ്പോ ഇതിങ്ങനെ ഈ പ്ലാവിലിട്ടിട്ട് അങ്ങനെ പോവോ? പ്ലാവിലിട്ട് കൊടുക്കും ജോലിക്ക് പോകുമ്പോ. ഓക്കെ ഓക്കെ. കാലത്ത് മാത്രമേ ഉള്ളൂ പൊടിത്തീറ്റ കൊടുക്കണേ? കാലത്ത് മാത്രം കൊടുക്കുള്ളൂ. ഓക്കെ ഓക്കെ. പിന്നെ വെള്ളം കൊടുക്കും. വെള്ളവും കൊടുക്കും. അപ്പൊ ഇതുങ്ങൾ പുറത്തേക്ക് ഇറക്കണില്ലേ? പുറത്തേക്ക് ഇറക്കലില്ല, വേനക്ക് കൊണ്ടുപോകും. വേനക്ക് കൊണ്ടുപോകും. ഇതിപ്പോ നമ്മൾ ഇതുങ്ങൾക്ക് എന്തോരം തീറ്റ കൊടുക്കും? തീറ്റ 5-6 കിലോ തവിട് ഒരു നേരം വേണം. അതെയോ? കഞ്ഞി കൊടുക്കുന്നുണ്ടോ? കഞ്ഞി കൊടുക്കാൻ പാടില്ല, വയറ് കമ്പനം വരും. അപ്പൊ പുറത്തുനിന്ന് അപ്പൊ ഈ കാടുകളിൽ കൊണ്ടുവരുമ്പോ ഉപ്പിട്ടാണ് കൊടുക്കണേ? അത് എന്താ ചെയ്യുന്നേ? കഞ്ഞി ചോറ് കൊടുക്കൂല, പുറമേന്ന് വെള്ളം കൊണ്ടുവന്നാ തിളപ്പിച്ചേ ശരിക്കും തിളപ്പിച്ച് അങ്ങോട്ട് പോടാ. ഓക്കെ ഓക്കെ. ശരിക്കും ഇങ്ങനെ ഇത്രയും ആടുകൾ അങ്ങനെ ഒരുമിച്ചിടാറില്ല. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരുമിച്ചിടുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കണം. അത് എന്താ ചേച്ചി ശരിക്കും ഇടിയിടും. ഓടി വന്നപ്പോ മാറ്റൂലേ? ഇത്രയും നാളുള്ള ആട് വളർത്തൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്? നിങ്ങൾക്ക് അസുഖങ്ങള് ഇളക്കം വരും, വയറ് കമ്പനം വരും, വയറൊന്ന് വീർത്ത് കിട്ടും. അപ്പൊ അതിന് ഇഞ്ചി അരച്ച് കൊടുക്കണം. ഇഞ്ചി സോഡാപ്പൊടിയൊക്കെ ഇട്ടേ ഇച്ചിരി സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം. അത് എന്റെ സമയം പോലെ കൊടുക്കല്. ചിലപ്പോ കാലത്തേം കൊടുത്തോണ്ട് പോകും. അപ്പൊ ഇത്രത്തോളം ചെറിയൊരു സ്ഥലത്തല്ലേ ഈ ആടിനെ വളർത്തുന്നത്? ഇത് എങ്ങനെ പറ്റുന്നു? 16 ആടുകളെ വളർത്തിയെന്ന് പറയുമ്പോൾ അത്ഭുതം. കാരണം ഇത്രയും ചെറിയ സ്പേസ് എങ്ങനെ മാനേജ് ചെയ്ത്? അപ്പുറത്തെ കളി ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഇവിടെ വീട് പണിയായിരുന്നേ, ഇങ്ങോട്ട് മാറ്റി തന്നെ സാധനങ്ങളൊക്കെ. ഇതിങ്ങളെപ്പോ ഒരുമിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇടി കൂടൂലേ? ഇടി കൂടും. അപ്പൊ ഞാൻ ഒച്ചെടുക്കും. ഇതിപ്പോ അധികം സ്പേസ് ഒന്നും ഇല്ലാട്ടോ ഇത്. ഇതിപ്പോ പ്ലാവിലോട് ഉണക്കുന്ന പ്ലാവലേ കൊണ്ടുവന്ന് വാരിയിട്ട് കൊടുക്കും. ദിവസമൊന്നുമില്ല, ഇതിപ്പോ ഇന്ന് തീരും. വാരിയിട്ട് കൊടുക്കണമല്ലോ. പ്ലാവില് പിന്നെ എന്തുട്ടാ? പുല്ല് കൊടുക്കും. പുല്ലാ മേടിക്കുള്ളൂ. എന്റെ പറമ്പിൽ പുല്ലുണ്ട്, അവിടെ പോയി ഇറക്കും. ഇപ്പൊ ആടിന്റെ കാഷ്ടം കൊടുക്കുന്നുണ്ടോ? ആട്ടുംകാട്ടം കൊടുക്കണ്ട്. അത് വണ്ടിക്ക് അവര് വന്നേ കയറ്റിക്കൊണ്ട് പോകും. നമുക്കിപ്പോ എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും ചേച്ചി? ഇതിന് അവരൊരു ലോഡ് അകലെന്ന് വന്നതേ, അത് കാരണം 1000 രൂപ തരുള്ളൂ. അതെന്തുട്ടാ? അത് താറാവൂട്.
എത്ര താറാവുണ്ട്? 4 ഉണ്ടായില്ലേ? 4 ഉണ്ട്. അത് വീട്ടാവശ്യത്തിന് പോലും മുട്ട വീട്ടാവശ്യത്തിന് അവർക്ക് കൊടുത്ത് തീറ്റൊക്കെ മേടിക്കാല. ഇതിന്റെ കൂടെ 2 കൂടെ ഒരുമിച്ച് നടത്തണം അല്ലേ? കോഴികളുണ്ട്, പിന്നെ കോഴിക്കുഞ്ഞുങ്ങള്. ശരിക്കും ഈ ആടിനെ വളർത്തിട്ട് എന്ത് ഗുണമായിട്ട് തോന്നിട്ടുണ്ട്? നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടക്കും ആടിനെ വളർത്തിട്ട്. അതായത് കയ്യില് പൈസ ഉണ്ടാവും. അതില് പൈസ ഉണ്ടാവും. മോളെ കെട്ടിച്ചെന്ന് പറഞ്ഞില്ലേ, അതെങ്കിലും ഒറ്റയടിക്ക് എന്തായാലും പറ്റില്ല, എങ്ങനെയായിരുന്നു പണിക്ക് പോകുമ്പോളേ കാശൊക്കെ ചിറ്റിയൊക്കെ ചേർന്നിട്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ആടിന്റെ പൈസ ആടിനെ വിറ്റും ഒക്കെ പൈസ ബാങ്കിലിടും. എന്നിട്ട് അങ്ങനെ സ്വർണ്ണമൊക്കെ തിരിച്ച് മേടിച്ചൊക്കെ അങ്ങനെ കൊടുത്തത്. അങ്ങനെയാണ് കെട്ടിച്ചു വിട്ടത്. ഓക്കെ, നല്ല കാര്യം കേട്ടോ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന രമാദേവി അമ്മച്ചിയുടെ ആടുവളത്തലാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ നിങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.